ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജിമ്മി ജോസഫ് സാറിൻ്റെ ഓർത്തോ ക്ലിനിക്കിൽ നാരായണ ഡോക്ടർ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഷോൾഡർ പെയിൻ മറ്റ് അനുബന്ധ രോഗത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ്. പ്രധാനമായിട്ട് ഷോൾഡർ പെയിൻ സാധാരണ കാണപ്പെടാറുള്ളത് 45 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ സാധാരണ പറയുന്നത് പോലെ പ്രായമാകുമ്പോൾ വണ്ടി ഓടിയാൽ ടയർ തേയുന്ന പോലെ നമ്മൾ ഓരോ ജോലികളൊക്കെ ചെയ്ത് നമുക്ക് പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ എല്ലാ സാധാരണ അധികം ജോലി ചെയ്യണ ഭാഗത്തുള്ള ജോയിൻറ്റുകൾ, ഷോൾഡർ ജോയിൻ്റ് ഒരു പ്രധാനം അപ്പർ ലിമ്പിലുള്ള ജോയിൻ്റാണ്. താഴെ മുട്ടിന്, കാലിൻ്റെ കണ്ണിയിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന രോഗം മുട്ടിലുള്ള തേയ്മാനാണ്. അത് നമ്മൾ പറഞ്ഞ പോലെ സാധാരണയായിട്ട് നമ്മൾ പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ്. പിന്നെ ചില വൈകല്യങ്ങൾ, ജനനത്തിൽ തന്നെ പരന്ന കാലിൻ്റെ തള്ളവിരൽ ചെരിഞ്ഞ് ഇരിക്കണ അസുഖം, നിങ്ങളെ ഇവിടെ അങ്ങനെ എപ്പോഴും പേഷ്യൻസ് വരും. അങ്ങനെയൊക്കെ ഉള്ളവർ, ഫ്ലാറ്റ് ഫുട്ട് ഉള്ളവർക്ക് കൂടുതലായിട്ട് മുട്ടിൽ ഇങ്ങനെ തേയ്മാനം സംഭവിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഷോൾഡറിനെ പറ്റിയിട്ടാണ്. ഷോൾഡറിന് പുറമെ ഈ ഷോൾഡറിലേക്ക് റേഡിയേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന രോഗമുണ്ട്. അത് പ്രധാനമായിട്ടും കഴുത്തിൽ നിന്നാണ് ഷോൾഡറിലേക്ക് വേദന പടർന്നു വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് 5 ഞരമ്പ് നെർവ്സ്, സെർവൈക്കൽ നെർവ്സ് കയ്യിലേക്ക് വരുന്നുണ്ട്. അത് കഴുത്തിൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം ഇപ്പോൾ ആദ്യം പണ്ടൊക്കെ ഞാനൊരു 46 കൊല്ലമായി എല്ലിൻ്റെ തന്നെ ചികിത്സ ചെയ്യുന്നു. പണ്ടൊക്കെ ഞാൻ PHCയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ തലയിൽ ഭാരം ഏറ്റിട്ടുള്ള ആൾക്കാർക്കാണ് കഴുത്തിൻ്റെ എല്ലിന് തേയ്മാനം വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഡ്രൈവർമാർക്കും, അവരിങ്ങനെ ഗൾഫിലൊക്കെ ഉള്ള ഡ്രൈവർമാർ വന്നിട്ട് എന്നോട് ഈ അസുഖം കംപ്ലൈൻറ്റ് പറയാറുണ്ട്. കഴുത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വണ്ടി ഓടിക്കണ കാരണം കുറേ ദൂരം ഓടിച്ചു വരുമ്പോൾ കഴുത്തിന് വേദന വന്നിട്ട് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് മാറി ടെസ്റ്റ് നെക്ക് സിൻഡ്രോം എന്നായി. ആ ഫോട്ടോ ഒന്ന് എടുത്തു. ഇതാണ് അതിൻ്റെ ഫോട്ടോ. അയാൾ ചെയ്യുന്നത് നോക്കിയാൽ അയാൾ കഴുത്ത് കുനിഞ്ഞിട്ടാണ് ആ മൊബൈൽ നോക്കുന്നത്. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് 1 വയസ്സ് തൊട്ട് തന്നെ അവർ മൊബൈലിൽ ഓരോ കളികൾ പാവൊക്കെ കണ്ട് വളർന്ന് വലുതായി വരുമ്പോൾ അവർ സ്കൂളിൽ പോകുമ്പോഴൊക്കെ അവർക്ക് മൊബൈലിലുള്ള കളികളാണുള്ളത്. പിന്നെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി അങ്ങനെയൊക്കെ കോമേഴ്സ് ടീച്ചേഴ്സ് അവർക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. അപ്പോൾ അവർ കഴുത്തിങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് എഴുതി കഴുത്തിന് ഇതേപോലത്തെ അസുഖം ഉണ്ടാവും. പിന്നെ പ്രായമായവർക്ക് കഴുത്തിൻ്റെ എല്ലിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ദൈവം തേയ്മാനം മാറ്റും. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പ്രകൃതി അല്ലേ, പ്രകൃതി ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി ദൈവം ആണ് ദൈവം എന്ന് പറയുന്നത്. തേയ്മാനം മാറ്റും. എങ്ങനെ ഈ നാച്ചുറലായിട്ട് മാറുന്നത് എങ്ങനെയാന്ന് വെച്ചാല് എല്ല് കൊണ്ടുവന്ന് അടക്കി തേയ്മാനമുള്ളവർക്ക്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് ഓരോ ജോയിന്റ്, വാതിലിന്റെ ജോയിന്റ് വിയാവരി എന്ന് പറയും. അതിന് നമ്മൾ പ്രായമാകുമ്പോ വാതിൽ കുറെ ദിവസം അടച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് തേയ്മാനൊക്കെ വന്നിട്ട് വിയാവരിക്ക് തുരുമ്പ് വന്നിട്ട് അടയണ പോലെ വാതിൽ പിന്നെ നമ്മൾ തുറക്കുമ്പോൾ അത് കീ എന്നുകൊണ്ട് കരച്ചിലും കടകടാന്നുള്ള വാതിലിന് ശബ്ദം ഉണ്ടാവണ പോലെ നമ്മുടെ കഴുത്തിന്റെ എല്ലിനുള്ളിലും കടകടാന്നുള്ള ശബ്ദം കേൾക്കും, വേദന ഉണ്ടാവും. കഴുത്തപ്പോ മസിൽ അപ്പൊ ബലം പിടിക്കും. അപ്പൊ ആണ് കീ എന്നുള്ള കരച്ചില് വാതിൽ തുറക്കുമ്പോ കരയണതില്ല. അപ്പൊ നമുക്ക് കരച്ചില് വരുന്നത് കഴുത്തിന്റെ മസിലിന് വേദന വന്നിട്ടാണ്. അപ്പൊ ആ ഞരമ്പ് ഈ കാൽസ്യം വന്നിട്ട് അടയുന്ന പറഞ്ഞില്ലേ, തുരുമ്പ് പിടിക്കണ പോലെയാണ് കാൽസ്യം ജോയിന്റിൽ വന്ന് അടയണത്. അങ്ങനെ കാൽസ്യം വന്ന് അടഞ്ഞു കഴിയുമ്പോ, ഉദാഹരണം പറയാം, ഈ എക്സ്റേ നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ഉള്ളിൽ കാൽസ്യം വന്ന് അടഞ്ഞു. പിന്നീട് ചില ആൾക്കാർക്ക് ഡിസ്കിനും ഇതേപോലെ കേട് സംഭവിക്കും. അപ്പൊ ഞരമ്പ് അതിന്റെ പിന്നീക്കോടെയാണ് വരുന്നത്. അങ്ങനെ ഞരമ്പ് വഴിക്ക് കയ്യില് ഷോൾഡർ പെയിൻ വരും. അതിന് കഴുത്തിന്റെ ചികിത്സ, ഫിസിയോതെറാപ്പി തുടങ്ങിയ ചെയ്താൽ മാറും. പക്ഷെ കൈയിന്റെ സ്റ്റിഫ് ഷോൾഡറിനാണ്, ഷോൾഡറിന് മാത്രം വേദനയായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റിഫ് ഷോൾഡർ ഉള്ള രോഗികളുടെ
കൈ ഇങ്ങനെ തിരിക്കുക, അപ്പം ഭയങ്കര അസഹ്യവേദനയാവും. അതുപോലെ കൈ ഉള്ളിലേക്ക് തിരിക്കുക, അപ്പം അസഹ്യവേദനയാവും. കൈ പൊക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഷോൾഡർ പെയിൻ ഉണ്ട്. അതിന്റെ പേരാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും. നമുക്കറിയാലോ ഫ്രോസൺ എന്ന് വെച്ചാൽ ഐസ് പിടിച്ചിട്ട് കട്ട പിടിച്ചിട്ടല്ലേ, കാൽസ്യം കട്ട പിടിക്കുന്നത്. അത് കാൽസ്യം അതിന് ചുറ്റും വന്ന് അടഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് നമ്മളെ വിയാരിയുടെ തുരുമ്പ് മാറ്റുക. അതിന് നമ്മൾ ഗ്രീസ് ഇടും, എന്നിട്ട് വാതിൽ അടയ്ക്കുക തുറക്കുക. ഒരു കുറെ 100 പ്രാവശ്യം ചെയ്താല് ആ വാതിൽ ഭയങ്കര ഫ്രീ ആവും. അതേപോലെ സിമ്പിൾ ചികിത്സയാണ് ഈ ഷോൾഡർ പെയിൻ മാറ്റാനായിട്ട് എക്സസൈസ്. അത് ഡോക്ടറെ കാണുക അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിൽ പോയി എക്സസൈസ് ചെയ്യുക. പക്ഷെ അവർ പറഞ്ഞ പോലെ ചെയ്താൽ നമുക്ക് വെറും അപ്പം തന്നെ ഞാൻ അധികം പേഷ്യന്റിന് അപ്പം തന്നെ 100 പ്രാവശ്യം ഇത് എക്സസൈസ് ഇരുത്തി ചെയ്ത് മാറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുക. പിന്നെ വേണമെങ്കിൽ ചില വളരെ ചുരുക്കം ആൾക്കാർക്ക് ഫിസിയോതെറാപ്പിക്ക് തന്നെ പോകേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് ഞാൻ വീട്ടിൽ പോയിട്ട് 1000 പ്രാവശ്യമൊക്കെ വെച്ച് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യണം. ചെയ്താൽ പറ്റാൻ മാറും, ഇല്ലെങ്കിൽ നമ്മൾക്ക് മാറാൻ താമസം ഉണ്ടാവും. ഇത് തന്നെ മാറും. 1 കൊല്ലം കഴിയുമ്പോഴാണ് മാറുക. 1 കൊല്ലം കഴിയുമ്പോൾ ആ ഫ്രോസൺ ഷോൾഡർ തന്നെ മാറുന്ന കേസുകളാണ് അധികം ഉള്ളത്. ആദ്യം ഭയങ്കര വേദന കാരണം ആൾക്കാർ ചെയ്യില്ല. ചെയ്ത് അഥവാ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മാറും ചെയ്യും. ചെറിയ വാക്കുകളിൽ ഞാൻ അത് അവതരിപ്പിച്ചു. ശരി, വളരെ നന്ദി. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ നമ്മളെ ഡോക്ടർ ജിമ്മി സാറ് നല്ല ഒരു നമ്മൾ വില ഡോക്ടറെ ഓർമ്മ വരികയാണ് മരിച്ച. അതുപോലെ ഒരു നല്ലൊരു ഡോക്ടറാണ്. എല്ലാവരും ഷുഗർ ഹോസ്പിറ്റലിൽ വരിക, കാണുക. ഷോൾഡറിന് പെയിൻ ഉണ്ടെങ്കിൽ ഏറ്റവും, അതായത് എൻ്റെ അറിവിലൊരു എൻ്റെ കുടുംബത്തിൽ തന്നെ 4-5 പേർക്ക് ചികിത്സിച്ച് മാറ്റിയ ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് ജിമ്മി സാറ്. എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു.